എറണാകുളത്ത് BJP ആണെങ്കിൽ അവരുടെ എന്താ പറയുക ഡിപ്പോസിറ്റ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. CPM അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ഐഡിയ ഓഫ് ഇന്ത്യ, ആ ആശയം നിലനിർത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം. ഹിന്ദു ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ BJPക്കുള്ള സ്വാധീനം വളരെ ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമുള്ള ഒരു സാധ്യതകൾ എത്രത്തോളമാണ്? മതേതര ഇന്ത്യ എന്ന ആശയം, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കണം, അവരുടെ ഒരു അസോസിയേഷനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അവരൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിന് മാറ്റമുണ്ടാകും. എറണാകുളത്തെ സിറ്റിംഗ് എംപിയും UDFിൻ്റെ ഇത്തവണത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ഹൈബി. ഹൈബിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പലപ്പോഴും ഹൈബി തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ്. എന്താണ് ഈ ഒരു ആത്മവിശ്വാസത്തിന് പിന്നിൽ? ആ ഒരു ആത്മവിശ്വാസത്തിന് പിന്നിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, MP എന്നുള്ള രീതിയിൽ ഒരുപാട് പരിമിതികൾ ഒരു ജനപ്രതിനിധിക്കുണ്ട്. ഞാൻ MLA ആയി പ്രവർത്തിച്ചതുകൊണ്ടായിരിക്കാം MP എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ജനങ്ങളുമായി കൂടുതൽ ഒരു മേഖലയെ MLA എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം കൂടുതൽ അറിയിക്കാൻ പറ്റുന്ന, കൂടുതൽ എഫക്റ്റീവായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ ഒരു ലാർജർ പ്ലാറ്റ്ഫോമാണ് MP എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല വിഷയങ്ങളിലും ഫലപ്രദമായി അത് വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞു. പല ഗൗരവമേറിയ ദേശീയ വിഷയങ്ങളും മണ്ഡലത്തെ ബാധിക്കുന്ന വിഷയങ്ങളും എല്ലാം അവതരിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ MP-യുടെ പരിമിതികൾ അതിജീവിക്കുന്നത് മറ്റൊരുപാട് റീച്ച് ഔട്ട് പ്രോഗ്രാംസിലൂടെയാണ്. ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ സാധാരണ നടത്തുന്ന പരിപാടികളിൽ നിന്നും MP ഫണ്ട് ചെലവഴിക്കുന്നത് ഒഴിച്ചാൽ ജനങ്ങളിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിൽ കുറച്ച് പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സാന്നിധ്യവും എപ്പോഴെല്ലാം ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടോ ദുരന്തമുഖങ്ങളിലും എല്ലാം ഓടിയെത്താനും അവർക്ക് സാന്ത്വനം പകരാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളത്. എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആധുനിക മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ്. നമ്മളെന്ത് പാർലമെൻറ്റിൽ സംസാരിച്ചാലും ചെയ്താലും എല്ലാം ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നുള്ളത്. കൃത്യമായ രാഷ്ട്രീയമുള്ള 2 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ഓപ്പോസിറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ KS രാധാകൃഷ്ണനാണെങ്കിൽ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ 3% നിന്ന് BJP വോട്ടുകൾ 17% ഉയർത്തിയ സ്ഥാനാർത്ഥിയാണ്. വനിത ഒരു ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലത്തിലാണ് CPM ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് കാണുന്നത്? എതിർ സ്ഥാനാർത്ഥികളെല്ലാവരും അവരവരുടേതായ രാഷ്ട്രീയത്തെ പ്രദാനം ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDFും മത്സരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കാനും ജനാധിപത്യ സ്ഥാപനങ്ങളും മൂല്യങ്ങളും തകരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തമാണ് കോൺഗ്രസിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത് വർഗീയ ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ്. മറ്റു പാർട്ടികളെന്ന് പറയുന്നത് അവരുടെ എറണാകുളത്ത് BJP ആണെങ്കിൽ അവരുടെ എന്താ പറയുക ഡിപ്പോസിറ്റ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അവരുടെ CPM അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോമിനൻ്റ് ഇലക്ഷൻ ദേശീയ തലത്തിൽ നടക്കുമ്പോൾ കോൺഗ്രസ്സിന് അതിൻ്റേതായ സ്പേസ് ഉണ്ട്. ഞങ്ങൾ വ്യക്തിപരമായി 2 സ്ഥാനാർത്ഥികളെയും വ്യക്തിപരമായി അവരെ കടന്നാക്രമിക്കുകയോ അവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുകയോ ചെയ്യില്ല. അത് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. പ്രത്യേകിച്ചൊരു വനിതാ സ്ഥാനാർത്ഥിയുണ്ട്, മറ്റൊന്ന് പരിണിതപ്രജ്ഞനായ ഒരു മറ്റു മേഖലകളിൽ പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ അവരുടേതായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചോട്ടെ. പക്ഷെ കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുമ്പോൾ ഒരു വലിയ തോതിലുള്ള ജനവികാരം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരാണ്. ആ വികാരം ഞങ്ങൾക്ക് വോട്ടായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നിൻ്റെ രാഷ്ട്രീയം അത് കോൺഗ്രസിനും UDFിനും കേരളത്തിൽ അനുകൂലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ, അവരവരുടേതായ ഐഡിയോളജി, അവരവരുടേതായ പ്രചരണ രീതികൾ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങൾ അതിനൊന്നും ചെറുതായി കാണുന്നില്ല. ഏറ്റവും ഗൗരവത്തോടു കൂടി, തികഞ്ഞ പക്വതയോടുകൂടി, തികഞ്ഞ പ്രതിപക്ഷ മര്യാദയോടുകൂടിയാണ് ഞങ്ങളവരെ നേരിടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതിവിഗതികളെ അടുത്ത് നിന്ന് കണ്ട ആളാണ് താങ്കൾ. പ്രത്യേകിച്ച് മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിൽ ആദ്യമായിട്ട് അവിടെ എത്തിയ MP-മാർ താങ്കളും ഡീനുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തെ ഒരു തിരഞ്ഞെടുപ്പ് മതേതര ഇന്ത്യയുടെ ഒരു ഭാവിയെ എത്രമാത്രം സ്വാധീനിക്കുന്നു? പൗരത്വ ഭേദഗതി നിയമം ഒരു രാജ്യത്തെ പൗരനെ സൃഷ്ടിക്കുന്നത്
പൗരത്വം കൊടുക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാകുമ്പോൾ ഒരു രാജ്യത്ത് നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ അവരുടെ സ്ഥാപനങ്ങളെ അടിച്ച് തകർക്കുമ്പോൾ അതെല്ലാം പുറം ലോകം പോലും അറിയാതെ ഡിജിറ്റൽ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കിട്ടാതെ എത്രയോ മാസങ്ങൾ പുറം ലോകം വാർത്തകൾ അറിയാതെ ഇരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള മൈനോറിറ്റീസിനും ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ഐഡിയ ഓഫ് ഇന്ത്യ, ആ ആശയം നിലനിർത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം. അതിൽ പ്രാദേശിക പാർട്ടികൾക്ക് യാതൊരുവിധ റോളും ഇല്ല. അതിൽ തീർച്ചയായിട്ടും ദേശീയ പാർട്ടികൾക്കാണ്, കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കാണ് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ ഇടപെടലുകളും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാകും. രാജ്യം 60 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ ഇടയായിട്ടില്ല. ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ആശയത്തോട് പരിപൂർണമായി യോജിക്കുന്ന ഭരണഘടന നിലനിർത്താനും ഭരണഘടനാ സ്ഥാപനങ്ങൾ തകരാതിരിക്കാനും ഭരണഘടന നൽകിയിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് കോൺഗ്രസ്സിനുള്ളത്. അത് നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ 60 വർഷം കോൺഗ്രസ്സിന് ഇവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് അവരുടെ അജണ്ട വളരെ വേഗത്തിൽ ഇവിടെ വ്യാപിപ്പിക്കാനായി എന്നുള്ളത് കാണാതിരിക്കാനാകുമോ? RSS സംഘപരിവാർ ശക്തികൾ അവരെത്രയോ ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അജണ്ട, അവരുടെ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകൾക്ക് വളരെ കൃത്യമായ നിലപാട് അതിലുണ്ടായിരുന്നു. RSSൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നതും സംഘപരിവാർ ശക്തികൾ പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. അതവർ നിറവേറ്റാൻ ശ്രമിക്കുന്നത് എത്രയോ കാലങ്ങളായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും ജാതികളിലും ഉപജാതികളിലും ഭക്ഷണവും വസ്ത്രവും എല്ലാം വിഭിന്നമല്ല ഇന്ത്യയിൽ. പക്ഷേ അതിനെല്ലാം ഓരോ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അവരെ വേർതിരിക്കുകയും ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ എത്നിക് മൈനോറിറ്റിയുടെ പാർലമെൻ്ററി റൈറ്റ്സ് അവർക്കുണ്ടായിരുന്ന MP-മാർ MLA-മാർ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് അത് എടുത്തു കളഞ്ഞില്ലേ? ഇതെല്ലാം ചെറുത് എന്ന് അവർ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞങ്ങൾ അതെല്ലാം മുന്നോട്ട് വയ്ക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഹിന്ദു ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ BJPക്കുള്ള സ്വാധീനം വളരെ ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമുള്ള ഒരു സാധ്യതകൾ എത്രത്തോളമാണ്? കർഷകരുടെ സമരം നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കർഷക നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാ വ്യത്യാസവും മറന്ന്, എല്ലാ രാഷ്ട്രീയവും മറന്ന്, എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് അതിശൈത്യത്തിലും അതികഠിനമായ വേനലിലും എല്ലാം മറികടന്ന് 1 വർഷത്തിലേറെ അവർ സമരം നടത്തിയില്ലേ? ആ കർഷകർക്ക് നൽകേണ്ട അവകാശങ്ങൾ പോലും നൽകാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കും. അതിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് സംഘടനാപരമായ ദൗർബല്യങ്ങളും അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകരുത് എന്നുള്ള ഒരേ ആശയത്തിൻ്റെ മതേതര ഇന്ത്യ എന്ന ആശയം, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കണം, അവരുടെ ഒരു അസോസിയേഷനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അവരൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിന് മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിജയാശംസകളും നേരുന്നു.